കർത്താവിന് സ്തോത്രം. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ച നമ്മൾ 2 പാഠഭേദം ചെയ്യുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, അത് ഈ ആഴ്ച തന്നെ ചർച്ച ചെയ്യണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഒരു ദിവസം കൂടെ മുൻപോട്ട് മാറ്റി നമ്മൾ ഇന്ന് ഒരു പാഠഭേദത്തിൻ്റെ ഈ ആഴ്ചത്തെ 2ാമത്തെ എപ്പിസോഡായിട്ട് കൊണ്ടുവരുന്നത്. പഞ്ചാബിൽ എന്താണ് നടക്കുന്നത്, പഞ്ചാബിലെ ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ച് മാധ്യമങ്ങൾ എല്ലാം ചർച്ച ചെയ്യുകയാണ്. നവമാധ്യമങ്ങൾ മാത്രമല്ല, നാഷണൽ മീഡിയാസിൽ തന്നെ ഒട്ടുമുക്കാലും എല്ലാ മീഡിയയിലും ചർച്ച ചെയ്തു കഴിഞ്ഞു. ആദ്യമൊക്കെ ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ കാര്യം അധികം ചർച്ച ചെയ്യണ്ട എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. കാരണം ഗുണത്തെക്കാളേറെ അത് ദോഷം ഉണ്ടാക്കും എന്നൊരു ചിന്ത. പഞ്ചാബിലുള്ള ക്രിസ്തീയ വളർച്ച ഒരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ പല ചാനലുകളിൽ കൂടി വരുന്ന വാർത്തകൾ, അല്ലെങ്കിൽ അവർ ഈ വിഷയത്തെ ഡിസ്കസ് ചെയ്യുന്നത് ഏത് ഒരു ആംഗിളിൽ നിന്നാണോ അത് ദോഷകരമായി ബാധിക്കും എന്നൊരു ചിന്ത കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട എന്ന് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, പല മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും പകുതി സത്യങ്ങളാണ്, മാത്രമല്ല എക്സാഗ്രേറ്റഡ് ആണ്. ഉള്ളതിനെ വളരെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുവാനിടയായി തീർന്നത്. അങ്ങനെ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള അതിശയോക്തി കലർത്തിയ വാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് പ്രത്യേകിച്ചും ക്രിസ്തീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ബാധിക്കും എന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എന്തുകൊണ്ട് പഞ്ചാബിൽ ക്രിസ്തീയ സഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നു ഇത്യാദി കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ഒന്ന് പഠിച്ചു നോക്കിയാൽ ഇത് പഞ്ചാബിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് ക്രിസ്തീയ സഭ ശക്തമായി എല്ലായിടങ്ങളിലും വളർന്നിരിക്കുന്നു. പ്രത്യേകിച്ചും പെന്റിക്കോസ്റ്റൽസും ഇവാഞ്ചലിക്കൽസ് അല്ലെങ്കിൽ കരസ്മാറ്റിക്സ് ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുന്ന പുതിയ നിയമസഭ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ എങ്ങനെ അവ നടന്നു, അപ്രകാരം തന്നെ ഈ കാലഘട്ടത്തിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്ന എല്ലാ സഭകളും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചാബിൽ മാത്രമല്ല, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. അങ്ങനെ സംഭവിക്കുവാനുള്ള കാരണങ്ങൾ ചുരുക്കമായിട്ട് ഒന്ന് പറയുകയാണ്. ഒരു വീഡിയോ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സത്യം നിങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ട് ചില ചിന്തകൾ പെട്ടെന്ന് എത്തിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ സഭ സ്ഥാപിക്കപ്പെടുമ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, പരിശുദ്ധാത്മാവ് അവരോട് കൂടെ നടക്കുന്ന, തൃത്വത്തിൽ മൂന്നാമനാകുന്ന വ്യക്തിയായി അവർ അവനെ അനുഭവിക്കുകയും അവർ അവനോട് കൂടെ ചേർന്ന് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭ വളരെ ശക്തമായി അത് വളരുവാനിടയെ തീർന്നു. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തീയ സഭ കോണ്ടിനെൻസിനെ, വൻകരകളെ കീഴടക്കി. പൗലോസ് എന്ന് പറയുന്ന ഒറ്റൊരു അപ്പോസ്തലൻ മാത്രം തൻ്റെ 4 മിഷണറി യാത്രകളിലൂടെ ഏഷ്യയുടെ ഭാഗങ്ങൾ, യൂറോപ്പിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ പാലസ്തീൻ, അങ്ങനെ വിശാലമായൊരു ഏറിയ മുഴുവൻ സുവിശേഷീകരിക്കുകയും ആ കാലഘട്ടത്തിലെ അറിയപ്പെടുന്ന പ്രഖ്യാപിത വൻ നഗരങ്ങൾ ഒക്കെ വിശ്വാസത്തിലേക്ക് വരികയും എഫെസോസ് എന്ന് പറയുന്ന പട്ടണം ആ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചർച്ച്, മെഗാ ചർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അത് സ്ഥാപിക്കപ്പെടുവാൻ ഒക്കെ ഇടയായിത്തീരുകയും ചെയ്ത ചരിത്രം വേദപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭ ഏത് ശക്തിയോട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് മുൻപോട്ട് പോയി, അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ഒരു റിസ്റ്റോറേഷൻ, പുനർപ്രവർത്തനമാണ് ഈ നൂറ്റാണ്ടിൽ സഭ ശക്തമായി വളരുവാനുള്ള 1-ാമത്തെ കാരണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ആദ്യ നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ യോവേൽ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതെന്താണ്? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലം എന്ന് പറയുമ്പോൾ അന്തിമ യുഗമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
സഭായുഗം, കൃപായുഗം. അതായത് മനുഷ്യൻ്റെ സൃഷ്ടി മുതലുള്ള മാനവ ചരിത്രത്തെ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ പല യുഗങ്ങളായി തിരിക്കുന്നുവെങ്കിൽ അതിലെ വളരെ പ്രധാനപ്പെട്ട യുഗമാണ് നാം ഇന്ന് കടന്നു പോകുന്ന ദൈവം തൻ്റെ സൃഷ്ടിയുടെ മേൽ കൃപ പകർന്ന കൃപായുഗം, സഭായുഗമെന്നും ഇതിനെ വിളിക്കുന്നു. ഈ യുഗം അവസാനത്തെ യുഗമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ യുഗത്തിന് ശേഷം, അതായത് കർത്താവിൻ്റെ മടങ്ങിവരവുണ്ടാകുമെന്നും ഇവിടെ 1000 ആണ്ട് കർത്താവ് ഭരിക്കുമെന്നും പിന്നീട് ഈ ഭൂമിയെ തന്നെ ശുദ്ധീകരിച്ച് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിച്ച് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുഗം, അതിനെ യുഗമെന്ന് വിളിക്കുവാൻ കഴിയില്ല, കാരണം അത് നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഒരു കാലമുണ്ടാകുമെന്നൊക്കെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ഭൂമിയിൽ ഭരിക്കുന്നതിന് മുമ്പുള്ള അവസാനത്തെ മാനുഷിക ഭരണത്തിൻ്റെ യുഗമാണ് ഈ യുഗമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, കൃപ പകർന്ന യുഗം. അപ്പോൾ അന്ത്യകാലം എന്ന് പറയുമ്പോൾ, അതായത് കർത്താവിൻ്റെ മടങ്ങിവരവിന് മുമ്പുള്ള ഈ യുഗത്തിൻ്റെ ആരംഭം കുറിച്ച പെന്തക്കോസ്ത് നാളിൽ യോവേൽ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവചിച്ച പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണ് പരിശുദ്ധാത്മ പകർച്ചയിലൂടെ ആദ്യ നൂറ്റാണ്ടിൽ ഉണ്ടായത്. ആ വാഗ്ദത്തത്തിന് വലിയ ശക്തിയാണ്. അന്ത്യകാലം അല്ലെങ്കിൽ അന്തിമ യുഗം എന്ന യുഗത്തിൻ്റെ അവസാന സമയത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. അന്തിമ യുഗത്തിൻ്റെ ആരംഭത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച എങ്ങനെയുണ്ടായോ അതുപോലെ തന്നെ ഇത് പിന്മഴിയുടെ നാളുകളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്മഴിയുടെ നാളുകൾ എന്ന് പറയുമ്പോൾ പാലസ്തീനിലെയൊക്കെ കാർഷിക പ്രക്രിയ നാം പഠിച്ചു നോക്കിയാൽ അവിടെ അവരുടെ വിളവെടുപ്പിനെയൊക്കെ ക്രമീകരിക്കുന്ന, വിത്ത് വിതയ്ക്കലിനെ ക്രമീകരിക്കുന്ന സീസൺസ് ഉണ്ടായിരുന്നു. അതായത് വിത്ത് ഇടുമ്പോൾ പെയ്യുന്ന ഒരു മഴയ്ക്ക് അവർ അതിനെ മുൻമഴ എന്ന് വിളിച്ചിരുന്നു. വിതച്ച വിത്ത് കിളിർക്കുവാൻ തക്കോണം ആ വിത്തിന്മേൽ പെയ്യുന്ന ഒരു മഴ, അതിനെ മുൻമഴയെന്ന് വിളിച്ചിരുന്നു. കൊയ്യുവാൻ പാകമാകുമ്പോൾ കൊയ്ത്തിന് തൊട്ട് മുമ്പ് പെയ്യുന്ന മഴയെ പിന്മഴ എന്ന് വിളിച്ചിരുന്നു. പിന്മഴ എന്ന് പറയുമ്പോൾ ലാറ്റർ റെയിൻ. ആ ലാറ്റർ റെയിനാണ് ശരിക്കും കൊയ്ത്തിന് വേണ്ടി ആ വിളഞ്ഞു കിടക്കുന്ന ധാന്യമണികളെ തയ്യാറാക്കുന്നത്. അപ്പോൾ മുൻമഴയും പിന്മഴയും ഒരു കൊയ്ത്തിന് എങ്ങനെയാണ് ഉള്ളത്, അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്ന സഭയുടെ ആരംഭത്തിൽ പെന്തക്കോസ്ത് നാളിൽ ഒരു മുൻമഴ പെയ്തു എങ്കിൽ സഭയുടെ ഉൽപ്രാപണം, സഭയുടെ എടുക്കപ്പെടലിൻ്റെ തൊട്ടു മുമ്പേ ഒരു വലിയ കൊയ്ത്തിന് വേണ്ടി ഒരു പിന്മഴ പെയ്യുമെന്ന് ദൈവമക്കൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്തിമകാലത്തിൻ്റെ അന്ത്യസമയങ്ങളിൽ ഒരു പിന്മഴയുടെ കാലമാണ്, ഇതൊരു ലാറ്റർ റെയിനിൻ്റെ കാലമാണെന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നാം പാടുന്നത്, പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽക. അപ്പോൾ ഇത് പിന്മഴയുടെ കാലങ്ങളാണ്. പിന്മഴ പെയ്യുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെ സഭ വളർന്നു, അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിൽ ഗ്ലോബലി സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഈ സഭാ വളർച്ച ഉണ്ടാകുന്നത്. പഞ്ചാബിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സഭാ വളർച്ചയെക്കുറിച്ച് ഒന്ന് പറഞ്ഞേ മതിയാകുകയുള്ളൂ. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ വളരെയധികം പഠിക്കേണ്ട ഒരു കാര്യമാണ്. വലിയ പെന്റിക്കോസ്റ്റൽ ഉണർവ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പറയാനുള്ള കാര്യങ്ങളാണ്. ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ 1960s ആദ്യമായി സുവിശേഷം എത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 60-65 വർഷം കൊണ്ട് ആ രാജ്യങ്ങൾ ഒട്ടുമുക്കാലും ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യങ്ങൾ, ക്രിസ്തീയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നാമധേയ ക്രിസ്ത്യാനികൾ അവിടെ പണ്ടുമുണ്ടായിരുന്നു, അവരെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, പെന്റിക്കോസ്റ്റൽ ക്രിസ്ത്യൻസ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന കരസ്മാറ്റിക് ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയ വളർച്ച ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നമുക്ക് കാണുവാനിടയായി തീർന്നു. ഇക്വഡോർ പോലെയുള്ള രാജ്യങ്ങളിൽ, പെറു, ചിലി, ഈ രാജ്യങ്ങളിലൊക്കെ പെന്റിക്കോസ്റ്റൽസ് ഭൂരിപക്ഷമുള്ള, എന്ന് പറഞ്ഞാൽ 90% പെന്റിക്കോസ്റ്റൽസ് ഉള്ള രാജ്യങ്ങളായിട്ട് മാറി. അങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുണ്ടായ ഒരു വലിയ പെന്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റിനെ തടയിടുവാൻ വേണ്ടിയാണ് ഒരു കാലഘട്ടത്തിൽ കാത്തലിക് ചർച്ചിൻ്റെ അകത്ത് കരസ്മാറ്റിക് മൂവ്മെൻറ്റ് പോലെ ഉള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചതെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ലാറ്റിൻ അമേരിക്കയിൽ ആരംഭിച്ച കരസ്മാറ്റിക് മൂവ്മെൻറ്റ് ഈ കാലഘട്ടത്തിലും ഈ പറഞ്ഞ കരസ്മാറ്റിക് മൂവ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിൽ നടക്കുന്ന പെന്റിക്കോസ്റ്റൽ റിവൈവലിനെ തടയിടുവാനുള്ള ശ്രമങ്ങൾ
ഒത്തിരി നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആരും പണങ്ങരുത്. ലാറ്റിൻ അമേരിക്കക്കാരനാകുന്ന പോപ്പിനെ പോലും അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയുള്ള ഒരു മോമെൻറ്റിനെ തടയുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കരിസ്മാറ്റിക് മോമെൻറ്റിനെ വളർത്തുവാൻ വേണ്ടിയാണെന്നൊക്കെ ദോഷൈക തൃക്കുകൾ ചുറ്റും നിന്ന് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പോകട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഒരിക്കൽ കേട്ട ഒരു റിസർച്ച് വീഡിയോ, അതായത് യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ നടത്തിയ പെന്റിക്കോസ്റ്റലിസത്തെക്കുറിച്ച് നടത്തിയ ഒരു പഠന പരമ്പരയുടെ ഒരു സെമിനാറിൻ്റെ ചില വീഡിയോകൾ ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അതിനകത്തൊരു പ്രത്യേക വീഡിയോ അതിങ്ങനെയാണ്: ഗോട്ടിമാല എന്ന് പറയുന്ന രാജ്യത്ത് പെന്തക്കോസ്റ്റലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് എന്നതായിരുന്നു വീഡിയോ. ആ വീഡിയോയ്ക്കകത്ത് അത്ഭുതകരമായ കാര്യങ്ങളാണ് ഒരു സെക്കുലർ യൂണിവേഴ്സിറ്റിയിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ വന്ന് പറയുന്നത്. പെന്റിക്കോസ്റ്റലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഗോട്ടിമാലയുടെ ഗവൺമെൻറ്റിൽ എന്നായിരുന്നു സബ്ജക്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നു 1970-കളിൽ TL ഓസ്ബാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ മിഷണറി ഗോട്ടിമാലയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1972 തോന്നുന്നു, അദ്ദേഹം വന്ന് പ്രസംഗിച്ചു, ഒരു വലിയ ക്രൂസേഡ് നടത്തി. അന്ന് ഗോട്ടിമാലയിലെ വിശ്വാസികളുടെ എണ്ണം, പെന്റിക്കോസ്റ്റൽ ഇവാഞ്ചലിക്കൽ വിശ്വാസികളുടെ എണ്ണം ഗോട്ടിമാലയുടെ ജനസംഖ്യയുടെ 1% അദ്ദേഹം വന്ന് പ്രവചിച്ചു ഗോട്ടിമാല ഒരു ക്രിസ്തീയ രാജ്യമാകുവാൻ പോകുന്നു. അദ്ദേഹം പ്രവചിച്ചു ഗോട്ടിമാലയുടെ പാർലമെൻറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങും. എന്തിനേറെ പറയുന്നു, 90s ആയപ്പോൾ, 1990-കളായപ്പോൾ ആ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. ഇന്ന് ഗോട്ടിമാല 90%-ലധികം ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികളുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അതാണ് ഗോട്ടിമാലയുടെ ചരിത്രമെന്ന് പറയുന്നത്. TL ഓസ്മാൻ്റെ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. എങ്ങനെ? കാർലോസ് അനക്കൊണ്ടിയ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരു കുറിയ മനുഷ്യൻ, ഇംഗ്ലീഷോ മറ്റ് ഭാഷയോ ഒന്നും അറിയാത്ത, അതായത് സ്പാനിഷ് ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 1990-കളിൽ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ഒറ്റ മനുഷ്യനെ ദൈവം ലാറ്റിൻ അമേരിക്ക മുഴുവൻ ഉഴുതുമറിക്കുവാൻ, ഇളക്കിമറിക്കുവാൻ, ഒരു അന്തിമ നൂറ്റാണ്ടിലെ കൊയ്ത്തിന് വേണ്ടി തയ്യാറാക്കുവാൻ ഉപയോഗിച്ചു. കാർലോസ് അനക്കൊണ്ടിയയെ പോലെയുള്ള മനുഷ്യർ അവർ നടത്തിയ ക്രൂസേഡുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് രക്ഷിക്കപ്പെട്ട് യേശുവിനെ പിൻപറ്റി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇന്ന് ആരാധിക്കുന്നത്. അസൂസ സ്ട്രീറ്റ് റിവൈവലിൻ്റെ 100 വർഷം തികയുന്ന സെന്റിനറി ആഘോഷത്തിന് മുഖ്യ പ്രസംഗകരിൽ ഒരാളായിരുന്നു കാർലോസ് അനക്കൊണ്ടിയ. പെന്റിക്കോസ്റ്റലിസത്തെ ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്കയിൽ വളർത്തിയ മനുഷ്യൻ. അങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ മാത്രമല്ല, ആഫ്രിക്ക. എന്തിനേറെ പറയുന്നു, റെയ്നാർഡ് ബോങ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആഫ്രിക്കയെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുന്നത് ദർശനം കണ്ടുവെങ്കിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ആഫ്രിക്കയിലുണ്ടായ അഭൂതപൂർവമാകുന്ന സഭാ വളർച്ച റെയ്നാർഡ് ബോങ്കിയിലൂടെയും അദ്ദേഹത്തെ പോലുള്ള അനേക ദൈവദാസന്മാരിലൂടെയും ആഫ്രിക്കയിൽ നമ്മൾ കണ്ടു. ഇനിയും പറയാൻ പോകുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളെക്കുറിച്ചാണ്. ഇറാനിലൊക്കെ ഉണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച്, ഇറാനിലൊക്കെ വിശ്വാസത്തിലേക്ക് വന്ന ചില ദൈവമക്കളുടെ ഓട്ടോബയോഗ്രഫി എനിക്ക് വായിക്കുവാനിടയായി തീർന്നു. ഒരിക്കൽ ഞാൻ ആസാദിയിൽ അങ്ങനെ ഒരു ബയോഗ്രഫി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്ഭുതകരമാകുന്ന ക്രിസ്തീയ അനുഭവങ്ങൾ, നമ്മളെപ്പോലെ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിൽ നിന്നും നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അസാധാരണമാകുന്ന അത്ഭുതങ്ങളാണ് ഇറാനിലുള്ള വിശ്വാസികൾ അവിടെ കണ്ടത്. അവരുടെ ആ ഒരു വലിയ റിലീജിയസ് റെസ്ട്രിക്ഷൻസിൻ്റെ ഇടയിൽ യേശു കർത്താവ് അവരുടെ മുറിയിൽ ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ. ഞാനതുകൊണ്ടാണ് എപ്പോഴും പറയാറുള്ളത്, എല്ലാ സുവിശേഷകരെയും കൊന്നാലും ഇല്ലായ്മ ചെയ്താലും സ്വർഗദൂതന്മാർ ചിലരുടെ വീടുകളിൽ, കൊർന്നല്യോസിൻ്റെ വീട്ടിലിറങ്ങിയതുപോലെ ഇറങ്ങും. യേശു കർത്താവ് തന്നെ വീടുകളിൽ ഇറങ്ങി അവർക്ക് വെളിപ്പെടുവാനിടയായി തീരും. അതാണ് ക്രിസ്തീയ സഭയുടെ ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇറാൻ പോലെയുള്ള രാഷ്ട്രങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ അത് കേൾക്കുന്ന കാര്യങ്ങളാണ്. ഗ്ലോബലി എല്ലാ ഭൂഖണ്ഡങ്ങളിലും വലിയ ഉണർവുണ്ടെന്നുള്ളത് സത്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞേ മതിയാകുകയുള്ളൂ. ഇത്തരം ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ വീഡിയോകളുടെ എല്ലാം താഴെ ചില ഫേക്ക് IDസിൽ നിന്ന് ചില കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കമൻറ്റുകൾ ഇങ്ങനെയൊക്കെയാണ്: എന്നിട്ടാണോ യൂറോപ്പിലൊക്കെ പള്ളികൾ അടച്ചുപൂട്ടുന്നത്? എന്നിട്ടാണോ ഈ നിങ്ങൾ പറയുന്ന ക്രിസ്തീയ വളർച്ച ഉണ്ടാകുന്നെങ്കിൽ യൂറോപ്പിലും വെസ്റ്റേൺ രാജ്യങ്ങളിലുമൊക്കെ പള്ളിയിൽ കയറാൻ ആളില്ലാത്തത് എന്നൊക്കെ പറയുന്ന ചില ഫേക്ക് IDസിൽ നിന്നുള്ള
കമൻറ്റുകൾ വരുന്നു. നമുക്കറിയാം ആരാണ് ആ കമൻറ്റ് ഇടുന്നത്. ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സമാധാന മതക്കാർ എന്നറിയപ്പെടുന്ന അവരുടെ കമൻറ്റുകളാണ് കാണുന്നത്. അവരുടെ അറിവിലേക്ക് പറയുകയാണ്. അവർക്ക് ക്രിസ്തീയ സഭ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നത്. സത്യമാണ്, യൂറോപ്പിലും വെസ്റ്റേൺ രാജ്യങ്ങളിലുമൊക്കെ പള്ളികൾ അടയ്ക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പള്ളികൾ അടയ്ക്കുന്നത് ക്രിസ്ത്യാനികൾ ക്രിസ്തുമതം വിട്ടുപോയത് കൊണ്ട് അല്ല ഭൂരിപക്ഷവും എന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. കാരണം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് പെന്റിക്കോസ്റ്റൽ മൊമെൻറ്റിൻ്റെ വളർച്ച, അതിൻ്റെ ഏകദേശം ഒരു കണക്ക് ഇപ്രകാരമാണ്: 80 കോടിയിൽ അധികം ആളുകൾ ഇന്ന് പെന്റിക്കോസ്റ്റൽ സഭകളുടെ ഭാഗമാണ്. ലോക ജനസംഖ്യയിൽ 80 കോടിയിൽ അധികം ആളുകൾ ഇന്ന് പെന്റിക്കോസ്റ്റൽ മൊമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇതൊരു പഴയ കണക്കാണ്. അതൊരു പക്ഷേ ഇന്ന് ഒരു ബില്യൺ ആളുകളെന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. പെന്റിക്കോസ്റ്റൽസ് ആൻഡ് ഇവാഞ്ചലിക്കൽ കരസ്മാറ്റിക്സ്, അതായത് കരസ്മാറ്റിക് അനുഭവമുള്ള ഇവാഞ്ചലിക്കൽ സഭകൾ, പെന്റിക്കോസ്റ്റൽ സഭകൾ, ഇവരെല്ലാം കൂടെ കൂട്ടി 1 ബില്യണിലധികം 100 കോടിയിൽ അധികം ആളുകൾ ഇന്ന് പെന്റിക്കോസ്റ്റൽസാണ്. ഇവരിൽ നല്ല ഒരു പങ്കും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പള്ളിയിൽ പണ്ട് പോയിക്കൊണ്ടിരുന്നവരാണ്, നാമോദയ കൂട്ടങ്ങളിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. പക്ഷേ അവർ ആ പള്ളികൾ വിട്ടിറങ്ങി എവിടെയെങ്കിലുമൊക്കെ മറ്റ് ആരാധന ആലയങ്ങളിൽ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് സത്യം. ക്രിസ്ത്യാനികൾ ഇല്ലാതായി തീർന്നില്ല, ക്രിസ്ത്യാനികളുടെ എണ്ണം കുറയുന്നില്ല, മറിച്ച് പള്ളികൾ അടയുന്നു. എപ്രകാരമുള്ള പള്ളികൾ അടയുന്നു? 1-ാം നൂറ്റാണ്ടിലെ അനുഭവങ്ങളിൽ നിലനിൽക്കാത്ത പള്ളികൾ അടയുന്നു. ഈ യുഗത്തിൻ്റെ അവസാനത്ത് ദൈവം തുറന്നിട്ട അന്ത്യകാല ഉണർവ്, പെന്റിക്കോസ്റ്റൽ റിവൈവൽ, അതിനെ അംഗീകരിച്ചവർ, മനസ്സിലാക്കിയവർ, അതിനെ കൊതിച്ചവർ, ഒരു ഉണർവ് ആഗ്രഹിച്ചവരൊക്കെ പെന്റിക്കോസ്റ്റൽ പോലെയുള്ള ഇവാഞ്ചലിക്കൽ പോലെയുള്ള സഭകളിൽ അറ്റൻഡ് ചെയ്യുവാൻ, അതിലേക്ക് മാറുവാൻ ഇടയായിത്തീരുന്നു. ഞാൻ ബോംബെ പട്ടണത്തെക്കുറിച്ച് ഒരു പാഠഭേദം ഒരിക്കൽ ചെയ്തതാണ്. മുംബൈയിലുള്ള പല പഴയ പള്ളികളും വിൽക്കുവാൻ കിടക്കുന്നു എന്ന് പറഞ്ഞ് ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വാർത്ത വന്നു. ആ പള്ളികൾ എന്തുകൊണ്ടാണ് വിൽക്കുവാൻ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പള്ളികളിൽ എന്തുകൊണ്ടാണ് ആൾ ഒഴിഞ്ഞു കിടക്കുന്നത്? അതിൻ്റെ അർത്ഥം ആ പള്ളിയിലുള്ള ആളുകളെല്ലാം പിന്മാറിപ്പോയി മറ്റേതെങ്കിലും മതം സ്വീകരിച്ചു എന്നല്ല. അവരൊക്കെ ഇന്ന് മുംബൈയിലെ ഏതെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പുതിയ സഭകൾ, ഇവാഞ്ചലിക്കൽ പെന്റിക്കോസ്റ്റൽ സഭകളിൽ ആരാധിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ജമീമ റോഡ്രിഗസ്, ഇന്ത്യൻ ക്രിക്കറ്റർ ജമീമയുടെ കഥ ഞാൻ പാഠഭേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ജമീമയുടെ പിതാവ് റോഡ്രിഗസ്, അദ്ദേഹം ഒരു കാത്തലിക് വിശ്വാസിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ന് ഒരു ചർച്ച നടത്തുന്ന പാസ്റ്ററാണ്. അങ്ങനെ എത്രയോ ആളുകൾ ഈ കാത്തലിക്, ഈ മെത്തഡിസ്റ്റ്, CNI അങ്ങനെയുള്ള ബോംബെയിലെ മറ്റ് പല സഭകളിൽ നിന്നും പുറത്തു വന്ന് അവർ കൂട്ടങ്ങൾ നടത്തുന്നു, അവർ ആരാധനകൾ നടത്തുന്നു. ആ സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആരാധിക്കുവാൻ പള്ളികളില്ല, പ്രത്യേക സ്ഥലങ്ങളില്ല. ഒരു പക്ഷേ ജമീമയൊക്കെ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു ജിംഖാനയുടെ ഹോളായിരിക്കാം അവർ ബുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കല്യാണ പാർട്ടി നടത്തുന്ന ഹോളായിരിക്കാം, ഹോട്ടൽ റൂമായിരിക്കാം. അങ്ങനെ സഭകൾ പള്ളികളുടെ സ്ട്രക്ചറുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു. യഥാർത്ഥമാകുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭകൾ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഗ്ലോബൽ പ്രതിഭാസമാണ്. അതുകൊണ്ട് പള്ളികൾ പൂട്ടിപ്പോകുന്നതും നിർത്തിപ്പോകുന്നതും ഈ പറഞ്ഞ നാമോദയ പേരിന് വേണ്ടി നെയിം സേക്ക് ക്രിസ്ത്യാനിറ്റിയെ പിൻപറ്റുന്ന പള്ളികളാണ്. ഇതൊരു വലിയ സത്യമാണ് പ്രിയമുള്ളവരെ. മനുഷ്യൻ്റെ ആത്മിക ദാഹത്തെ തീർക്കുവാൻ ഏത് മതത്തിന് കഴിഞ്ഞില്ലെങ്കിലും ആ മതം വിട്ട് ആളുകൾ പുതിയ അന്വേഷണങ്ങൾ, പുതിയ ആശയങ്ങൾ, പുതിയ വിശ്വാസങ്ങൾ അവർ തേടിക്കൊണ്ടിരിക്കും. അവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ആശയങ്ങളെ അവർ പുൽകും. ഇത് ലോക ചരിത്രമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. സയൻസ് കണ്ടമാനം വളർന്നിരിക്കുന്നു. സയൻസ് വളർന്നതിൻ്റെ മുമ്പിൽ പല മതങ്ങൾക്കും അവരുടെ വിശ്വാസികളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നില്ല. ആശയങ്ങൾ വളരെ പഴയതാണെന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ താരതമ്യേന മോഡേണായിട്ടുള്ള ഒരു വിശ്വാസ സംഹിത പിൻപറ്റുന്ന ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന പ്രവർത്തനം ഈ നൂറ്റാണ്ടിൽ സഭകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു വലിയ ഹാർവസ്റ്റിൻ്റെ കാരണമാകുന്നു. രണ്ടാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ, പഴയ വിശ്വാസങ്ങളിൽ ദാഹം തീർക്കുവാൻ, ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ പറ്റാത്തവർ പുതിയ വിശ്വാസങ്ങൾ തേടുന്നു. ആ ദാഹം ക്രിസ്തീയ വിശ്വാസം അവർക്ക് തീർക്കുന്നു എന്നുള്ളത് അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നിരിക്കുന്നു. ഇനിയും പഞ്ചാബിലേക്ക് വന്ന് ചില കാര്യങ്ങൾ കൂടെ പറയാം. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ അകത്ത് കിടക്കുന്ന പഞ്ചാബിനെ കുറിച്ച് മാത്രമേ ചിന്ത വരികയുള്ളൂ.
അപ്പുറത്തൊരു പഞ്ചാബ് ഉണ്ട് കേട്ടോ, നാം എതിർക്കുന്ന, നമ്മുടെ ബദ്ധശത്രുക്കളെന്ന് നാം വിളിക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബ്. അപ്പോൾ ഈ പഞ്ചാബിൽ മാത്രമാണോ സഭാ വളർച്ച ഉണ്ടാകുന്നത് എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യം. ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ ചാനൽ കാണുവാനിടയായി തീർന്നു. ബർക്കത്ത് TV എന്നാണ് ആ ചാനലിൻ്റെ പേര്. ബർക്കത്ത് TVയിൽ പാകിസ്ഥാനിലെ പഞ്ചാബിൽ നടക്കുന്ന ഒരു ക്രിസ്മസ് ശോഭായാത്ര കാണുവാനിടയായി തീർന്നു. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പഞ്ചാബിൽ നടക്കുന്ന ശോഭയാത്രകളിൽ, അതായത് ക്രിസ്മസ് ശോഭയാത്രകളിൽ വലിയ ജനക്കൂട്ടം കൂടുന്നു, അതുകൊണ്ട് അവരെല്ലാം ക്രിസ്ത്യാനികളായി തീർന്നു, ഇന്ത്യയിൽ വലിയ കൺവേർഷൻ നടത്തുന്നു. ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സത്യം അതല്ല. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് തൊട്ടടുത്ത് പാകിസ്ഥാനിലെ പഞ്ചാബിലും പഞ്ചാബി ആളുകൾ, സിഖുകാരായിട്ടുള്ള ആളുകൾ കൂട്ടമായിട്ട് വലിയ ശോഭയാത്രകൾ ക്രിസ്മസ് സമയത്ത് കൊണ്ടാടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫിനോമിനോൺ അല്ല, മറിച്ച് ഇതൊരു ഗ്ലോബൽ ഫിനോമിനോണിൻ്റെ ഭാഗമാണ്. നമ്മുടെ പഞ്ചാബിൽ നടക്കുന്നത് പോലെ അപ്പുറത്തെ രാജ്യത്ത്, ഒരുപക്ഷെ ഇന്ത്യയെക്കാട്ടിലും സുവിശേഷത്തിനും വിശ്വാസത്തിനും ഒക്കെ വലിയ പ്രതികൂലങ്ങളുള്ള പഞ്ചാബിലും പഞ്ചാബിലെ ക്രിസ്ത്യാനികളും അവിടെ ശക്തമായി വളരുന്നു. ഇതെന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. പഞ്ചാബിലെ ഇന്ന് കാണുന്ന വളർച്ചയുടെ പിന്നിലുള്ള പല കാരണങ്ങളിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ ക്രിസ്തീയ ചരിത്രം, അതായത് ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള പഞ്ചാബിൻ്റെ ക്രിസ്തീയ ചരിത്രം നമ്മളൊന്ന് പഠിച്ചു നോക്കണം. പഞ്ചാബിലൊരു മനുഷ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഹൈഡ് എന്നായിരുന്നു. ജോൺ ഹൈഡ് 1900കളുടെ ആരംഭത്തിൽ ഇന്ന് പാകിസ്ഥാനിലുള്ള പഞ്ചാബ് സിയാൽകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച ജോൺ ഹൈഡ്, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞേ മതിയാകത്തുള്ളൂ. ഇന്ന് പഞ്ചാബിൽ നടക്കുന്ന ഉണർവിൻ്റെയൊക്കെ പിന്നിൽ ആ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ കണ്ണുനീരിൽ വിതച്ച വിത്തുണ്ടായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോൺ ഹൈഡിൻ്റെ സ്റ്റോറി എന്താണ്? 1900കളുടെ ആരംഭത്തിൽ പഞ്ചാബിൽ സിയാൽകോട്ടിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ദീർഘവർഷങ്ങൾ അദ്ദേഹം നടത്തിയ മിഷണറി പ്രവർത്തനങ്ങളിൽ ഒരു വിശ്വാസി പോലും വിടുവിക്കപ്പെടാതെ വിശ്വാസത്തിലേക്ക് വരാതിരുന്നപ്പോൾ ജോൺ ഹൈഡ് ഒരു തീരുമാനമെടുത്തു. ജോൺ ഹൈഡിനെ അറിയപ്പെടുന്നത് പ്രാർത്ഥനാവീരൻ എന്നാണ്. പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമാണ് ജോൺ ഹൈഡ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു വാശി പിടിച്ച പ്രാർത്ഥന നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമാകുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, എനിക്ക് ആത്മാക്കളെ തരൂ അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഗിവ് മീ സോൾസ് ഓർ എൽസ് ഐ വിൽ ഡൈ. എനിക്ക് ആത്മാക്കളെ തരൂ അല്ലെങ്കിൽ ഞാൻ മരിക്കും. അങ്ങനെ ഇത് റേച്ചലിൻ്റെ പ്രാർത്ഥനയാണ് കേട്ടോ. യാക്കോബിൻ്റെ അടുക്കൽ വന്ന് എനിക്ക് മക്കളെ തരൂ അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞ ഒരു റേച്ചലിൻ്റെ പ്രാർത്ഥന, അതിനെ കടമെടുത്തുകൊണ്ട് ജോൺ ഹൈഡ് പ്രാർത്ഥിച്ചു, ഗിവ് മീ സോൾസ്, എനിക്ക് ആത്മാക്കളെ നൽകൂ അല്ലെങ്കിൽ ഞാൻ മരിക്കും. അദ്ദേഹം വാശി പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, പഞ്ചാബിൻ്റെ മണ്ണിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാതെ മുട്ടിന്മേൽ നിന്ന് താൻ എഴുന്നേൽക്കുകയില്ല. താൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 36 മണിക്കൂർ നീണ്ട പ്രാർത്ഥന, മുട്ടിന്മേൽ എഴുന്നേൽക്കാതെ വാശി പിടിച്ച് ജോൺ ഹൈഡ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ബലാൽക്കാരേണ സ്വർഗരാജ്യത്തെ അവകാശമാക്കുന്നു. ചിലത് പ്രാർത്ഥനയിൽ പോരാടി പ്രാപിക്കേണ്ടതാണെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ജോൺ ഹൈഡിൻ്റെ അനുഭവം. തന്മുട്ടിമേൽ നിന്ന് ബലാൽക്കാരേണ പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ദേശത്ത് നീ തൊടണം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണം. അങ്ങനെ 1902 അദ്ദേഹം 36 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 36ാമത്തെ മണിക്കൂറിൽ താൻ പാർക്കുന്ന ആ ഒരു ആശ്രമത്തിൽ വലിയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. സത്യത്തിൽ 1905 ഇന്ത്യയിൽ പണ്ഡിത രമാഭായിയുടെ മുക്തി മിഷനിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ 1902 പഞ്ചാബിലെ സിയാൽകോട്ടിൽ, അതായത് പഴയ അൺഡിവൈഡഡ് ഇന്ത്യയിലെ അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിയാൽകോട്ടിൽ, ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമായ സിയാൽകോട്ടിൽ അസാധാരണ ദൈവശക്തി ഇറങ്ങി 1902 തന്നെ ആ ആലയത്തെ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാനിടയായി തീർന്നു. അത് ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് പ്രവിശ്യയുടെ മുകളിൽ മുഴുവൻ ഒരു വലിയ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. സിയാൽകോട്ടിൽ അന്ന് മുട്ടുമടക്കിയ ആ ഭക്തൻ പറഞ്ഞു, എനിക്ക് ആത്മാക്കളെ തരൂ അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അന്നു മുതൽ പഞ്ചാബിൻ്റെ ക്രിസ്തീയ ചരിത്രം അല്പം വ്യത്യസ്തതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ജോൺ ഹൈഡിനെ പോലെ പഞ്ചാബിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്
നമ്മളിന്ന് കാണുന്ന പഞ്ചാബിലെ ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ പഞ്ചാബിൽ മാത്രമല്ല, അങ്ങേപ്പുറത്ത് അതിലും വലിയ വളർച്ച ഉണ്ടാകുന്നു. ഇനി പഞ്ചാബിൽ മാത്രമല്ല, സിന്ധ് പ്രവിശ്യകളിൽ വലിയ ക്രിസ്തീയ വളർച്ച ഉണ്ടാകുന്നു. ബോംബെയിലുള്ള സിന്ധ് കമ്മ്യൂണിറ്റി അവരുടെ ഒഫീഷ്യലിയുള്ള സിന്ധ് പഞ്ചായത്ത് നടത്തിയ ഒരു സർവേയുടെ റിസൾട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് സിന്ധികൾ യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് പോകുന്നത്? ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ നടത്തിയ ഒരു റിസർച്ചാണ്. ആ റിസർച്ചിൻ്റെ അകത്ത് അവർ ചോദിക്കുന്നു, 13,000-ഓളം ബോംബെയിലുള്ള സിന്ധികളായിട്ടുള്ള ആളുകൾ, സിന്ധി ബിസിനസ്സുകാർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു. സിന്ധി പഞ്ചായത്ത് ഒരു കമ്മിറ്റി വെച്ച് അന്വേഷണം നടത്തി എന്തുകൊണ്ട് പോകുന്നു. അവർക്കുണ്ടായ ഏറ്റവും വലിയ സംശയം അല്ലെങ്കിൽ അവർക്കുണ്ടായ ഏറ്റവും വലിയ ആശങ്കയെന്ന് പറഞ്ഞാൽ, സിന്ധികൾ ഉയർന്ന ജാതിക്കാരാണ്, സിന്ധികൾ വിദ്യാഭ്യാസമുള്ളവരാണ്, സിന്ധികൾ പണമുള്ളവരാണ്, ബിസിനസ്സുകാരാണ്, പിന്നെന്തിനാണ് ഇവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോകുന്നത്? കാരണം ഇന്ന് വരെ ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് പാവം പിടിച്ചവർ, ദളിതർ അല്ലെങ്കിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പണമില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഇപ്രകാരമുള്ളവരെ എന്തെങ്കിലുമൊക്കെ പ്രലോഭനത്തിലൂടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന ഒരു നരേഷനാണ് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ സിന്ധികൾക്ക് സംശയം, ഈ പറയുന്ന കാറ്റഗറിയിൽ ഒന്നുമല്ല അവരുടെ കമ്മ്യൂണിറ്റി. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇന്ന് മുംബൈക്കടുത്തുള്ള കല്യാൺ എന്ന് പറയുന്ന സ്ഥലത്തും അതിനപ്പുറം ഉല്ലാസ് നഗർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലും ഒക്കെയുള്ള വലിയ സിന്ധി കോളനികൾ ഏകദേശം മുഴുവൻ യേശുവിനെ പിൻപറ്റുന്ന കോളനികളായി മാറിയിരിക്കുന്നു. ഉല്ലാസ് നഗറിലൊക്കെ ബോംബെയിലെ ഏറ്റവും വലിയ ചർച്ചുകൾ, സിന്ധി പാസ്റ്റർമാർ നടത്തുന്ന ചർച്ചുകൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഈ സഭകളിൽ പോയി വോട്ട് ചോദിക്കാതെ ജയിക്കാനൊക്കാത്ത ഒരു പശ്ചാത്തലം വന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് സത്യത്തിലുള്ളത്? ഇത് ഇങ്ങനെ പണം കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഒന്നും മാർഗം മാറ്റുന്ന പരിപാടിയല്ല. അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച ദേശങ്ങളിൽ മേൽ ഉണ്ടായിരിക്കുകയാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്നാണ് വാഗ്ദത്തമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പറയാം. പിന്മഴയുടെ നാളുകൾ ദാസന്മാരുടെ മേൽ ആത്മാവിനെ പകരുന്ന ഒരു കാലഘട്ടമാണ്. വില്യം ജെ സെയ്മൂർ എന്ന് പറയുന്ന അസൂസ സ്ട്രീറ്റ് ഉണർവിന് കാരണമായി തീർന്ന ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ആഫ്രിക്കൻ അമേരിക്കൻ അടിമയുടെ മകൻ, തൊട്ടുകൂടായ്മ ഉള്ള ഒരു കാലത്ത് ചാൾസ് പർഹാമിൻ്റെ ബൈബിൾ കോളേജിൽ, ചാൾസ് പർഹാമിനെ അംഗീകരിച്ചേ മതിയാകുള്ളൂ. കാരണം ആ കാലഘട്ടത്തിൽ ഒരു കറുത്തവർഗ്ഗക്കാരന് ബൈബിൾ കോളേജിൽ പോലും അഡ്മിഷൻ കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ആ ചാൾസ് പർഹാമിൽ ഇറങ്ങി വന്ന പെന്തക്കോസ്റ്റ് ഉണർവ്, സത്യത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ മാത്യു വീഡിയോ കണ്ടു. അദ്ദേഹം പറഞ്ഞു വില്യം ജെ സെയ്മൂറാണ് പെന്തക്കോസ്റ്റൽ ഉണർവിൻ്റെ തുടക്കം. അല്ല, ചാൾസ് പർഹാമാണ്. 1901 ബഥേൽ ബൈബിൾ കോളേജ് ടോപ്പിക്ക ആ സിറ്റിയിലാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ പെന്തക്കോസ്റ്റുകാരൻ ഈ നൂറ്റാണ്ടുകളിൽ ആരെന്ന് ചോദിച്ചാൽ അത് ബഥേൽ ബൈബിൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ്. ആ ബൈബിൾ കോളേജിൽ വില്യം ജെ സെയ്മൂറിന് അഡ്മിഷൻ കൊടുക്കാൻ തന്നെ കാരണം പെന്തക്കോസ്റ്റൽ ഉണർവ്, ആത്മനിറവ് പ്രാപിച്ച ചാൾസ് പർഹാമിൻ്റെ മനസ്സിനുണ്ടായ വ്യത്യാസമാണ്. അങ്ങനെ വില്യം ജെ സെയ്മൂർ എന്ന് പറയുന്ന ഒറ്റക്കണ്ണനായ, വസൂരി വന്ന ഒരു കണ്ണ് നഷ്ടപ്പെട്ട ആ ഒരു ആഫ്രോ അമേരിക്കനെയാണ് ഇന്ന് നാം ഈ കാണുന്ന ഒരു ഉണർവിന് ദൈവം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, ആധുനിക പെൻറ്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ മൂവ്മെൻ്റായിട്ടാണ് തുടങ്ങിയത്. ഇത് ദാസന്മാരുടെ മേൽ പകർന്ന, അടിമകളുടെ മേൽ പകർന്ന ആത്മനിറവിൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് പെൻറ്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിച്ചാൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ സബാൾട്ടൻ, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു മൊമെൻ്റായിട്ട് നമുക്കിതിനെ കാണാം. കേരളത്തിൻ്റെ ചരിത്രവും ഇതായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ പാവം പിടിച്ചവരുടെ സഭ എന്ന പെന്തക്കോസ്ത് അറിയപ്പെട്ടമെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം വചനത്തിൻ്റെ ആ ഒരു നിറവാണ്. ഞാൻ എൻ്റെ ആത്മാവിനെ വിതൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ, ഒരു അതിരുകളുമില്ലാതെ പകരുമെന്നുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഈ ഉണർവിനെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. പഞ്ചാബിലെ ഉണർവിനെക്കുറിച്ച് മാത്രം 2 വാക്കുകൾ കൂടെ പറയാം. പഞ്ചാബിലെ സഭകളുടെ ഒരു പ്രത്യേകത, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത, ഭയങ്കര വേഴ്സറ്റൈലാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യവുമായിട്ട് യോജിക്കാൻ പറ്റും. കേരളത്തിലെ ക്രിസ്ത്യാനികൾ കേരളത്തനിമയുള്ള പെന്തക്കോസ്ത് അനുകരിച്ചപ്പോൾ, അതിനെ സൃഷ്ടിച്ചപ്പോൾ, പഞ്ചാബിലെ ക്രിസ്ത്യാനികൾ പഞ്ചാബി തനിമയുള്ള ഒരു വിശ്വാസ സംഹിത അവർ പിൻപറ്റുവാൻ തുടങ്ങി. ഈ വെഴ്സറ്റൈലിറ്റിയാണ് ക്രിസ്തീയ സഭകളുടെ വളർച്ചയ്ക്ക് മറ്റ് ഒരു കാരണം. ലോകത്തിലെ ഏത് ദേശത്ത് ചെന്നാലും ആ ദേശത്തിലെ സംസ്കാരവും ആ ദേശത്തിലെ രീതികളുമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തെ വളർത്തുവാൻ അവർക്ക് കഴിയുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. അടുത്ത ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടെ
പറയണം എന്നുണ്ട്. നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഞ്ചാബിലെ സഭാ വളർച്ചയെക്കുറിച്ച് അവിടെ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന മെത്തേഡ്സിനെ കുറിച്ചൊക്കെ എനിക്ക് അഭിപ്രായങ്ങളുണ്ട്. പ്രത്യേകിച്ചും പഞ്ചാബിലെ കൂടുതൽ ചർച്ചുകളും ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വളരുന്ന സഭകളൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുതരം ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കോപ്പിയായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് ഞാൻ പോകുന്നില്ല. ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിക്ക് തനതായ ചില ശൈലികളുണ്ട്, അതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനീ പറഞ്ഞു വരുന്നതിൻ്റെ ആശയങ്ങൾ പഞ്ചാബിൽ നടക്കുന്ന ആ ഒരു ക്രിസ്തീയ സഭകളിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നു എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കോപ്പിയിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഉണ്ടായൊരു സോഷ്യൽ മീഡിയ വിസ്ഫോടനം ഈ സഭാ വളർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് കാണുവാനിടയായി തീർന്നു. അത് ഇന്ത്യയിലും സംഭവിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വളർച്ച ഏറ്റവും ശക്തമായി ആഗോള സഭയുടെ വളർച്ചയ്ക്ക്, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. പള്ളികൾ വിട്ടവർ അവരുടെ ആത്മീയ ദാഹത്തിന് വേണ്ടി അവർ തേടിച്ചെന്നപ്പോൾ അവർക്ക് കണ്ട മരുഭൂമിയിലെ ഒരു മരുപ്പച്ചയായിട്ട് പെന്റിക്കോസ്റ്റൽ വിശ്വാസം തീരുവാനിടയായി തീർന്നു. അവിടെ ആളുകൾ തടിച്ചുകൂടുന്നു. അങ്ങനെയുള്ള മരുപ്പച്ചകളിൽ ആളുകൾ തടിച്ചുകൂടുന്നു. ഇതൊരു ഒയാസിസാണ്. ലോക മരുഭൂമിയിലെ അല്പം തെളിനീര് കിട്ടുന്ന, അല്പം ആശ്വാസം കിട്ടുന്ന, അല്പം ദാഹം തീർക്കുന്ന, ദാഹം മാറ്റുന്ന ഒയാസിസുകൾ, മരുപ്പച്ചകളാണ് ഇന്നത്തെ പെന്റിക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റ് പിന്നെയും ശക്തമായിട്ട് വളരും. ആർക്കും അതിനെ തടവാൻ കഴിയില്ല. മലവെള്ളപ്പാച്ചിലിനെ മുറം കൊണ്ട് തടയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ഏതെങ്കിലും 1-2 പേരെ ഒതുക്കിയത് കൊണ്ടോ സഭകൾ പൂട്ടിയത് കൊണ്ടോ ഒന്നും ഈ മൂവ്മെൻറ്റ് നിൽക്കത്തില്ല. കാരണം ഈ മൂവ്മെൻറ്റ് അന്ത്യകാല പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. പഞ്ചാബിലൊക്കെ വെടിയേറ്റ് മരിച്ച പാസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. സഭയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വെടിവെച്ച് താഴെയിട്ട പാസ്റ്റേഴ്സ്, ആ കഥയിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടും പഞ്ചാബിൽ ഇന്ന് ശക്തമായി സഭ വളരുന്നുവെങ്കിൽ, തോക്കിൻ്റെ മുമ്പിലും വാളിൻ്റെ മുമ്പിലും ഒന്നും ഭയക്കാത്ത, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർപിരിക്കുവാൻ കഴിയും, ആപത്തോ വാളോ പട്ടിണിയോ മരണമോ എന്നും വരട്ടെ എന്ന് പറയുന്ന ഒരു കൂട്ടം ഡിറ്റർമിനേഷനുള്ള വിശ്വാസികളുടെ മുമ്പിൽ ഈ മൂവ്മെൻറ്റിനെ ഒരിക്കലും തടവാൻ കഴിയില്ല. ഇത് ദൈവോന്മുഖമായി ലോകം മുഴുവൻ തിരിയുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.